നാട്ടിൽ വീണ്ടും വന്ദേമാതര വിവാദം. വന്ദേമാതരത്തിനും ദേശീയഗാനത്തിനും ശേഷമാണ് സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്ത് ഇത്തവണയും ചൊല്ലിയത്. നടപടിയെ DMKയും ഇടതു പാർട്ടികളും ചോദ്യം ചെയ്തപ്പോൾ പ്രോട്ടോകോൾ പാലിക്കുകയായിരുന്നുവെന്നാണ് TVKയുടെ വിശദീകരണം. അതിനിടെ മുസ്ലിം ലീഗ് കൂടി വിജയ് മന്ത്രിസഭയിൽ ചേരാൻ തീരുമാനിച്ചു. നാളെയാകും സത്യപ്രതിജ്ഞ. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് വന്ദേമാതര വിവാദത്തിന്റെ തുടക്കമെങ്കിൽ മന്ത്രിസഭാ വിപുലീകരണത്തിൽ അതിന്റെ തുടർച്ചയാണ് കണ്ടത്. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഇത്തവണയും ആദ്യം ചൊല്ലിയത് വന്ദേമാതരം. തുടർന്ന് ദേശീയഗാനം ആലപിച്ചതിനു ശേഷമാണ് സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്ത് പാടിയത്. നടപടി നിർഭാഗ്യകരമെന്നായിരുന്നു DMKയുടെ പ്രതികരണം. ഔദ്യോഗിക പരിപാടികളിൽ സംസ്ഥാന ഗാനത്തിന് മുൻഗണന നൽകുമെന്ന വാക്കാണ് സർക്കാർ ലംഘിച്ചത്. തമിഴ് സത്വവും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിൽ TVK പരാജയപ്പെട്ടതായും DMK കുറ്റപ്പെടുത്തി. സർക്കാരിനെ പുറമെനിന്ന് പിന്തുണയ്ക്കുന്ന CPIയും നടപടിയെ ചോദ്യം ചെയ്തു. വീഴ്ചയ്ക്ക് ഉത്തരവാദി ആരാണെന്ന് സർക്കാർ പൊതുജനങ്ങളോട് വിശദീകരിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ചടങ്ങ് നടന്നത് ലോക്ഭവനിലാണെന്നും പ്രോട്ടോകോൾ പാലിക്കുകയായിരുന്നുവെന്നും TVK വിശദീകരിച്ചു. TVKയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്ന് 2 പേരും മന്ത്രിമാരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. രാജേഷ് കുമാർ, P. വിശ്വനാഥ് എന്നിവരാണ് കോൺഗ്രസ് പ്രതിനിധികൾ. 59 വർഷത്തിന് ശേഷമാണ് തമിഴ്നാട് മന്ത്രിസഭയിൽ കോൺഗ്രസ് ഭാഗമാകുന്നത്. മന്ത്രിസഭ വിപുലീകരിച്ചതോടെ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരുടെ എണ്ണം 33ആയി. ഇതിനു പിന്നാലെ വകുപ്പുകളിലും മാറ്റം വന്നു. KA സെങ്കോട്ടയ്യനാണ് റവന്യൂ വകുപ്പ്. സെങ്കോട്ടയ്യന് ആദ്യം അനുവദിച്ചിരുന്ന ധനകാര്യ വകുപ്പ് മരിയ വിൽസന് കൈമാറി. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിലും ലീഗും മന്ത്രിസഭയിൽ ചേരാൻ തീരുമാനിച്ചു. പാപനാശം MLA AM ഷാജഹാനാണ് ലീഗിന്റെ മന്ത്രി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.